മെക്സിക്കോയിലെ ഉല്ലാസനഗരമായ കാൻകൂണിൽ നിന്ന് ഒരു ഫെറി ബോട്ടിൽ യാത്ര ചെയ്യുകയാണ് ഞാൻ. അതിമനോഹരമായ ഉല്ലാസദായകമായ കരീബിയൻ കടൽ, അതിന്റെ ഇളം നീല നിറം. അതിവേഗത്തിൽ പോകുന്ന ഒരു കറ്റമരനാണിത്. ഇസ്ലാ മുജറസ് എന്ന ദ്വീപിലേക്കാണ് പോകുന്നത്. ഒരു ആഘോഷ തീരമാണത്. കറ്റമരനിലുള്ളത് ഭൂരിപക്ഷവും ടൂറിസ്റ്റുകളാണെന്നതിനാൽ ഒരു പാട്ടുകാരൻ മുന്നിലിരുന്ന് ഗിറ്റാർ മീട്ടിപ്പാടി അവരെ രസിപ്പിക്കുന്നു. 1 മണിക്കൂർ ഇടവിട്ട് ഈ ഫെറി ഇസ്ലാ മുജറസിനെയും കാൻകൂണിന്റെ ഹോട്ടൽ സോണിനെയും ബന്ധപ്പെടുത്തി സർവീസ് നടത്തുന്നുണ്ട്. ദൂരെ തീരത്ത് കാണുന്നത് മുഴുവൻ ഹോട്ടലുകളും റിസോർട്ടുകളുമാണ്. കാൻകൂൺ എന്ന പട്ടണം തന്നെ ടൂറിസത്തിനു വേണ്ടി രൂപപ്പെട്ടതാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ആക്ടിവിറ്റികളും അവിടെയുണ്ട്. സർവ്വസജ്ജീകരണവുമുള്ള റിസോർട്ടുകൾ, തിയേറ്ററുകൾ, മാളുകൾ, ഗോൾഫ് കോഴ്സുകൾ, വൈവിധ്യമാർന്ന ക്രൂസുകൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം. ഹോട്ടൽ സോണിൽ നിന്നും 20 മിനിറ്റിന്റെ കറ്റമരൻ യാത്രയേയുള്ളൂ ഇസ്ലാ മുജറസിലേക്ക്. 394 പെസോയാണ് 2 വേ യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഇസ്ലാ മുജറസിനോട് അടുക്കുമ്പോൾ അവിടുത്തെ മറീനയും അതിനപ്പുറം റിസോർട്ടുകളും കാണാം. ദ്വീപിലെ മാരിടൈം ടെർമിനലിലേക്ക് കറ്റമരൻ അടുക്കുകയാണ്. മറീനയിൽ നിരവധി ബോട്ടുകളുണ്ട്. ഇവിടെ നിന്നും പുറപ്പെടുന്ന പലതരം ക്രൂസുകളുണ്ട്. അതിന്റെയൊക്കെ ജലവാഹനങ്ങൾ പലയിടത്തും വിശ്രമിക്കുന്നു. അൾട്രാമാർ കമ്പനിയുടെ കറ്റമരനിലാണ് ഞങ്ങളുടെ യാത്ര. മാരിടൈം ടെർമിനലിൽ അൾട്രാമാറിന്റേതായ ഭാഗത്തേക്ക് കറ്റമരൻ അടുത്തു. അൾട്രാമാർ പല സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പ്ലായ ഡെൽ കാർമൻ, കൊസുമൽ തുടങ്ങിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും ഇവരുടെ സർവീസ് ഉണ്ട്. കറ്റമരൻ നിശ്ചലമായി. മുന്നിൽ കാണുന്നതാണ് മാരിടൈം ടെർമിനൽ. അടുത്ത കാലത്ത് പണിതതാണത്. 200ഓളം ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന കറ്റമരനാണിത്. ഇപ്പോൾ 3 മണിയായതിനാൽ ഈ ട്രിപ്പിൽ അധികം ആളില്ല. രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴും വൈകിട്ട് തിരികെ പോകുമ്പോഴുമാണ് ഏറ്റവും തിരക്കുണ്ടാവുക. ഇസ്ലാ മുജറസിൽ 1-2 ദിവസത്തെ താമസത്തിന് വരുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള പലരും ദ്വീപിൽ താമസത്തിന് വരുന്നതാണ്. ദ്വീപിൽ നിരവധി ടൂറിസ്റ്റ് ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും വരുന്നത് ഇസ്ലാ മുജറസ് ഒന്ന് കാണാനാണ്. അവരുടെ താമസം കാൻകൂണിലായിരിക്കും. ഇവിടെ പലതരം എന്റർടൈൻമെന്റുകളുണ്ട്. എപ്പോഴും ഇവിടെ നിന്നും ടൂറിസ്റ്റുകളുമായി ബോട്ടുകൾ നീങ്ങുന്നത് കാണാം. കറ്റമരൻ ടൂർ, സ്കൂബ ഡൈവിംഗ് ടൂർ, സ്രാവുകൾക്കൊപ്പം നീന്തുന്ന വിനോദ പരിപാടി, പാരഡൈസ് ഐലൻഡ് ടൂർ, ഡിന്നർ ക്രൂസുകൾ, സെയിലിംഗ് ടൂർ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നവയാണവ. കരീബിയൻ കടലിലെ ഉല്ലാസത്തിന്റെ തീരങ്ങളാണ് കാൻകൂണും സമീപ ദ്വീപുകളും. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമെല്ലാം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് വന്നു ചേരുന്നത്. 7 കിലോമീറ്റർ മാത്രം നീളവും 680 മീറ്റർ പരമാവധി വീതിയുമുള്ള കൊച്ചുദ്വീപാണ് ഇസ്ലാ മുജറസ്. മനോഹരമായ ബീച്ചുകളും അണ്ടർ വാട്ടർ സ്കൾപ്ചർ മ്യൂസിയം ഉൾപ്പെടെയുള്ള അത്ഭുതങ്ങളും ഈ ദ്വീപിലുണ്ട്. ചില ബോട്ടുകൾ കടലിലെ ഉല്ലാസത്തിന് ശേഷം തീരത്തേക്കടുക്കുന്നു. ഞാൻ മാരിടൈം ടെർമിനലിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. പ്രധാന സ്ട്രീറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇത്തരം വാഹനങ്ങളാണ് കാണുന്നത്. ഗോൾഫ് കാർട്ട് എന്നും ക്ലബ് കാർ എന്നുമൊക്കെ വിളിക്കുന്ന ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളാണ്. പുല്ലുമേഞ്ഞ ഷെഡുകൾക്കുള്ളിൽ ബാറുകൾ പ്രവർത്തിക്കുന്നു. തായ്ലൻഡിലെ ഫുക്കറ്റ് ദ്വീപിൽ നടത്തിയ യാത്രയുടെ അനുഭവം തന്നെയാണ് ഇവിടെ എത്തുമ്പോഴും ലഭിക്കുന്നത്. അവിടെ കണ്ടതരം ഷാക്കുകൾ. ഇങ്ങനെയുള്ള ഗോൾഫ് കാർട്ടുകൾ അവിടെ കണ്ടിരുന്നില്ല എന്നതാണ് വ്യത്യാസം. 1 മണിക്കൂറിന് $15 വാടക നൽകി ഈ ഗോൾഫ് കാർട്ട് വാടകയ്ക്കെടുക്കാം. അതിൽ ദ്വീപിന്റെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്യാം. ദ്വീപിൽ ചുറ്റിയടിക്കാൻ ബൈക്ക് ടാക്സികളും ഇവിടെ ലഭിക്കും.
ഈ ദ്വീപ് പൂർണ്ണമായും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനുള്ള സാധനങ്ങളാണ് ഏതു കടയിലും. ഗോൾഫ് കാർട്ടുകൾ വാടകയ്ക്ക് നൽകുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. വാടകയ്ക്കെടുക്കുന്നവർ സ്വയം ഓടിക്കണം. 4-5 പേരുള്ള ഒരു സംഘമാണ് ഗോൾഫ് കാർട്ട് വാടകയ്ക്കെടുക്കുന്നതെങ്കിൽ ലാഭമാണ്. 1 മണിക്കൂറിന് $15 വാടകയേ ഉള്ളുവല്ലോ. ഞാൻ ഇസ്ലാം മുജറസിന്റെ ഇടത്തെരുവുകളിലൂടെ നടന്നു. ജുവാറസ് അവന്യൂ എന്ന പ്രധാന തെരുവാണിത്. എവിടെയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഷോപ്പുകളും മറ്റു സൗകര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു. 12,000-ലധികം ആളുകൾ ഇവിടെ സ്ഥിരവാസികളായുണ്ട്. പുരാതന മായന്മാരുടെ വിശ്വാസപ്രകാരം പ്രസവരക്ഷയുടെയും വൈദ്യത്തിന്റെയും ദേവതയായ ഇറ്റ്ഷെല്ലിന്റെ വാസസ്ഥാനമാണ് ഈ ദ്വീപ്. 2000 വർഷം മുൻപ് തന്നെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു. AD 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയും മായൻ ജനതയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ദ്വീപ്. അവരുടെ ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും ശേഷിപ്പുകൾ ദ്വീപിന്റെ പല ഭാഗത്തും കണ്ടെത്തിയിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാർ മെക്സിക്കോയിലേക്ക് എത്തിയതോടെയാണ് ഇസ്ലാം മുജറസിന്റെ മുഖഛായ മാറിയത്. അക്കാലത്ത് ധാരാളം സ്പാനിഷ് വംശജർ ഈ ദ്വീപിലേക്ക് കുടിയേറി താമസം തുടങ്ങിയിരുന്നു. റൂയിദ മെദീന എന്നൊരു സ്ട്രീറ്റിലേക്ക് ഞാനെത്തി. ഇതിവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർ ഫ്രണ്ട് അവന്യൂ ആണ്. പാതയുടെ മറുഭാഗത്ത് ബീച്ചാണ്. സൈക്കിളിലും ഗോൾഫ് കാർട്ടുകളിലും ടൂറിസ്റ്റുകൾ കടന്നു പോകുന്നു. എവിടെയും കാണുന്നത് ടൂറിസ്റ്റുകളെ മാത്രം. ഈ ഒരു ദ്വീപിൽ മൊത്തമായി ടൂറിസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്നു. ദിവസങ്ങളും ആഴ്ചകളും മാത്രമല്ല, മാസങ്ങളോളം തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ നിന്നുമുള്ള എഴുത്തുകാരും ചിത്രകാരന്മാരും അതിൽ ഉൾപ്പെടുന്നു. കാൻകൂണിലെ ഹോട്ടൽ സോണിൽ കണ്ട അച്ചടക്കവും ആഢ്യത്വവും ഇവിടെയില്ല. തായ്ലൻഡിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണുന്ന തരം കൗതുക വസ്തുക്കളും മറ്റു സാമഗ്രികളുമെല്ലാം റോഡിലേക്ക് ഇറക്കി വെച്ചു വിൽക്കുന്ന കടകളുടെ നിരയാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ. ഇങ്ങനെ ഒരു കാഴ്ച കാൻകൂണിൽ കാണാനാവില്ല. സ്റ്റാർ ഹോട്ടലുകളും ഏറ്റവും ആഡംബരത്വമുള്ള സംവിധാനങ്ങളുമെല്ലാമാണ് അവിടെയുള്ളത്. മൊത്തത്തിൽ 5 സ്റ്റാർ ടൂറിസമാണ് അവിടെ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പുല്ലുമേഞ്ഞ ഷെഡുകൾ, അതിൽ പ്രവർത്തിക്കുന്ന നാടൻ റെസ്റ്റോറന്റുകൾ, നാടൻ ബിയർ പാർലറുകൾ എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ സംവിധാനങ്ങൾ. തനി നാടൻ ശൈലിയിലുള്ള ഓലക്കെട്ടിടങ്ങളും കച്ചവട കേന്ദ്രങ്ങളുമാണ് ഇവിടെയുള്ളത്. എല്ലാം തായ്ലൻഡിലേതുപോലെ തന്നെ. ഇക്കാണുന്ന കെട്ടിട നിരക്കപ്പുറം ബീച്ചാണ്. കെട്ടിടങ്ങൾക്കിടയിലെ ഇടവഴിയിലൂടെ നേരെ ബീച്ചിലേക്കിറങ്ങാം. കാൻകൂൺ പട്ടണം ടൂറിസം കേന്ദ്രമായി വളർന്നതിനൊപ്പമാണ് ഇസ്ലാം മുജറസും ടൂറിസ്റ്റുകൾ നിറയുന്ന ദ്വീപായി മാറിയത്. ചുരുങ്ങിയ ചിലവിൽ ബാക്ക് പാക്കർമാർക്ക് താമസിക്കാവുന്ന ഹോം സ്റ്റേകളും ലോഡ്ജുകളും ഈ ദ്വീപിലുണ്ട്. ഗോൾഫ് കാർട്ടുകൾ വളരെ സൗകര്യപ്രദമാണ്. കടകൾക്ക് മുന്നിലൂടെ ടൂറിസ്റ്റുകൾ അലസമായി അങ്ങനെ നടക്കുന്നു. നാടൻ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നവയിൽ ഏറെയും. കാൻകൂണിലെ ഹോട്ടൽ സോണിലാവട്ടെ വിലയേറിയ ഉൽപ്പന്നങ്ങളുടെ 5 സ്റ്റാർ മാളുകളാണുള്ളത്. ചെലവ് വളരെയേറെയാണ് കാൻകൂണിലെ ജീവിതത്തിന്. ഇവിടെയാകട്ടെ തായ്ലൻഡിലെ പട്ടയയിലും ഫുക്കറ്റിലുമൊക്കെ കണ്ടതുപോലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റികളാണ്. അവിടുത്തെ പ്രകൃതിയും കാലാവസ്ഥയും വരെ ഇവിടെയുമുണ്ട്. തായ്ലൻഡിലെയോ മലേഷ്യയിലെയോ കടലോര ടൂറിസം കേന്ദ്രങ്ങളുടെ എല്ലാ രൂപഭാവങ്ങളും ഇസ്ലാം മുജറസിനുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പുൽക്കെട്ടിടത്തിനുള്ളിലൂടെ ഞാൻ ബീച്ചിലേക്ക് നടന്നു. ബീച്ചിലെ കാഴ്ചകളൊന്ന് കാണണം. കരകൗശല വസ്തുക്കളാണ് എവിടെയും വിൽപ്പനയ്ക്ക്. ശില്പങ്ങൾ, തടിയിൽ കൊത്തിയ മാസ്കുകൾ എന്നിവയെല്ലാമുണ്ട്. ബീച്ചിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ച അതീവ ഹൃദ്യമാണ്. സന്ദർശകന് കൗതുകം ജനിപ്പിക്കുന്ന വിധത്തിലാണ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു,
സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നല്ല വെളുത്ത മണലിന്റെ തീരം, ശാന്തമായ കടലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കാറ്റേറ്റ് വിയർന്നുണഞ്ഞ് തീരത്തങ്ങനെയിരിക്കുന്നു. രാത്രിയാവുമ്പോഴേക്കും ഈ കസേരകളിലെല്ലാം ആളുകൾ നിറയും. കടലിലേക്ക് ഇറക്കിക്കിട്ടിയ തട്ടുകളിലുമുണ്ട് റെസ്റ്റോറന്റുകൾ. കടലിൽ കുഴിച്ചിട്ട തൂണുകളിൽ ഊഞ്ഞാലുകൾ. ഫാമിലി വെക്കേഷന് പറ്റിയ ഒരു സ്ഥലമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാമുള്ള ഉല്ലാസോപാധികൾ ഇവിടെയുണ്ട്. ബോട്ടിംഗ് സൗകര്യങ്ങൾ പലതരം. തീരത്ത് ഷോപ്പുകളും റെസ്റ്റോറന്റുകളും മസാജ് സെന്ററുകളും ബാറുകളും പ്രവർത്തിക്കുന്നു. രാത്രി ആഘോഷത്തിന്റെ കേന്ദ്രങ്ങൾ കൂടിയാണ് ഇവിടം. ഫിഷിംഗ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുള്ള സൗകര്യവുമുണ്ട്. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇസ്ലാം മുജറസിലെ ടൂറിസ്റ്റ് സീസൺ. 3:30 കഴിഞ്ഞ നേരമായതിനാലാണ് ഇപ്പോൾ ഈ റെസ്റ്റോറന്റുകളിലൊന്നും ആളില്ലാത്തത്. ഉച്ചയിലെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയാവുമ്പോഴായിരിക്കും ഇവിടെ ആളുകൾ നിറയുക. ഒരു കോക്ടെയിൽ ബാറാണിത്. പലയിടത്തും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കടലിലേക്ക് ഇറക്കി പണിതിട്ടുണ്ട്. ഇളം നിറത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കിടക്കുകയാണ് കടൽ. അതിലേക്ക് പ്ലാറ്റ്ഫോമുകൾ ഇറക്കി നിർമ്മിച്ച് റെസ്റ്റോറന്റുകളും ബാറുകളും ഒരുക്കിയിരിക്കുന്നു. ഉല്ലസിക്കാനെത്തുന്നവരെ നിയമങ്ങൾ കൊണ്ട് കൂച്ചുവിലങ്ങിടുകയല്ല ഇവർ ചെയ്യുന്നത്. അവർക്കായി ആഘോഷിക്കാനുള്ളതെല്ലാം ഒരുക്കി വച്ചിരിക്കുകയാണിവിടെ. അവർ ആഘോഷിക്കുമ്പോഴാണല്ലോ നാടിന് പണം കിട്ടുന്നത്. ടൂറിസ്റ്റായി വരുന്നയാളെ സദാചാരം പഠിപ്പിച്ച് അവനെ മദ്യവിരുദ്ധനാക്കി വിടാനൊന്നും മെക്സിക്കോ ശ്രമിക്കുന്നില്ല. ടൂറിസ്റ്റുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി നൽകി അവരിൽ നിന്നും പരമാവധി പണം എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. 1970-കൾക്ക് ശേഷം മെക്സിക്കോയുടെ സാമ്പത്തിക മേഖലയിൽ ഉണർവുണ്ടാക്കിയത് ടൂറിസമാണ് താനും. ചെറിയൊരു ദ്വീപാണെങ്കിലും നിരവധിയായ ആഘോഷങ്ങളുടെ വേദിയാണ് ഇസ്ലാം മുജറസ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള വലിയ ഉപാധികളായി ഇപ്പോൾ ആ ആഘോഷങ്ങൾ മാറുന്നുണ്ട്. മാർച്ച് മാസത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവലാണ് അതിൽ പ്രധാനം. കാൻകൂൺ എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് ഇസ്ലാം മുജറസിന്റെ വളർച്ച. കടലോരത്തെ തെങ്ങിൻ തോപ്പുകൾക്കുള്ളിൽ വലിയ മുതൽ മുടക്കില്ലാതെ നിർമ്മിച്ച ഓലഷെഡുകളും ചെറുകെട്ടിടങ്ങളുമാണ് ഇവർ ടൂറിസത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തീരത്ത് വമ്പൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും പണിതുയർത്തിയിട്ടില്ല. ചുരുങ്ങിയ ചെലവിലും ചില സൂത്രപ്പണികൾ കൊണ്ടുമാണ് ഇവർ ടൂറിസം വളർത്തുന്നത്. ദ്വീപിന്റെ തീരം മുഴുവൻ രസകരമായ ടൂറിസം ആക്ടിവിറ്റികളുടെ കേന്ദ്രമാണ്. ശാന്തമായ കടലാണല്ലോ. റെസ്റ്റോറന്റുകളും ബാറും സുവനീർ കടകളും മാത്രമല്ല, ചെറു മ്യൂസിയങ്ങൾ, ആർട്ട് ഗാലറികൾ, ടർട്ടിൽ ഫാം, തിയേറ്ററുകൾ എന്നിങ്ങനെ പലതുമുണ്ട് ദ്വീപിൽ. ഏതാനും ആർക്കിയോളജിക്കൽ സൈറ്റുകളും. ഞാൻ കടലിലെ പ്ലാറ്റ്ഫോമിൽ നിന്നും തിരികെ തീരത്തേക്ക് നടന്നു. ഓല കൊണ്ട് പ്രത്യേക രീതിയിൽ ഭംഗിയായി നിർമ്മിച്ച ഷെഡുകൾ. നല്ല തണുപ്പാണ് ഇതിനു ചുവട്ടിൽ. നമ്മുടെ കടൽ തീരങ്ങളിലും ഉപയോഗിക്കാവുന്ന ടെക്നിക്കുകൾ തന്നെയാണ് ഇതെല്ലാം. തീരത്തൊക്കെ പലതരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മസാജ് സെന്ററുകൾ, ടാറ്റൂയിങ് കേന്ദ്രങ്ങൾ, ബ്യൂട്ടി പാർലറുകൾ, പല പല ക്രൂസുകളുടെ ബുക്കിംഗ് ഓഫീസുകൾ എന്നിവയെല്ലാം. ഇക്കാണുന്നത് ഒരു ബാറാണ്. ഇങ്ങനെയുള്ള നിരവധി ബീച്ച് ബാറുകളുണ്ട്. സുന്ദരമായ പഞ്ചാര മണലിന്റെ തീരം. അതിലൂടെ നടന്നെത്തുക സുവനീർ കടകളുടെ ഇടയിലേക്കായിരിക്കും. സീ ഫുഡിനും പ്രശസ്തമാണ് ഇസ്ലാം മുജറസ്. ഈ ദ്വീപിലെ മാത്രമല്ല, കാൻകൂണിലെ തന്നെ ടൂറിസം ഹൈലൈറ്റ് കോക്ടെയിലുകളും സീ ഫുഡുമാണ്. പ്രത്യേക ഇനം മെക്സിക്കൻ കോക്ടെയിലുകളുണ്ട്. പിന്നെ നല്ല എരിവുള്ള വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളും.
മെക്സിക്കൻ ഫുഡ് ലോക പ്രശസ്തമാണല്ലോ. വൈവിധ്യമാർന്ന സീ ഫുഡ് ഫെസ്റ്റിവലുകൾ തന്നെ ഇവിടെ നടക്കാറുണ്ട്. തീരത്തോടടുത്ത് എപ്പോഴും ഇങ്ങനെ നിരവധി ബോട്ടുകൾ വന്ന് കിടക്കുന്നത് കാണാം. ഇതും ഇവിടെ എത്തിയ ഒരു ടൂറിസ്റ്റാണ്. പെലിക്കൻ, പെറൂവിയൻ പെലിക്കനാണ്. ലാറ്റിൻ അമേരിക്കയിൽ ചിലി മുതൽ വടക്കൻ പെറു വരെയുള്ള ഭാഗത്താണ് സാധാരണയായി ഇവയെ കണ്ടുവരുന്നത്. നിശ്ചിത സമയങ്ങളിൽ ഇവ മെക്സിക്കോയുടെ തീരങ്ങളിലേക്കും ഇക്കഡോറിലേക്കും ചില കരീബിയൻ ദ്വീപുകളിലേക്കും വിരുന്നു പോകും. അങ്ങനെ ഇവിടെ എത്തിയതാണിവൻ. ഇവിടെ ധാരാളം ബോട്ടുകൾ ചാർട്ടർ ചെയ്യാൻ കിടപ്പുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഇത് വാടകയ്ക്കെടുക്കാം. ചെറിയ വള്ളങ്ങൾ മുതൽ വമ്പൻ ബോട്ടുകൾ വരെയുണ്ട്. അതിൽ കയറി കടലിൽ മീൻ പിടിക്കാനോ സ്കൂബ ഡൈവിങ്ങിനോ സ്നോർക്കലിങ്ങിനോ പോകാം. മറ്റു ദ്വീപുകൾ സന്ദർശിക്കാനും അണ്ടർ വാട്ടർ സ്കൾപ്ചർ മ്യൂസിയം ഉൾപ്പെടെയുള്ളവ കാണാനും പോകുന്നത് ബോട്ടുകൾ വാടകയ്ക്കെടുത്താണ്. ഇതാണ് ഇവിടുത്തെ ബീച്ചിന്റെ പ്രത്യേകത. നല്ല വെളുത്ത മണൽ, തെളിഞ്ഞ ജലം. വെയിലാറിയപ്പോഴേക്കും കൂടുതൽ ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ഹോട്ടൽ മുറികളിൽ ഉച്ചയുറക്കത്തിലായിരുന്നവരൊക്കെ എണീറ്റ് തീരത്തേക്കിറങ്ങുന്ന നേരമാണ്. വൈകുന്നേരം ഇവിടെ കുറെ ക്രൂസുകൾ ആരംഭിക്കുന്നുണ്ട്. സൺസെറ്റ് ക്രൂസാണ് അതിലൊന്ന്. വൈകുന്നേരത്തെ ആ യാത്ര ഒരു അനുഭവം തന്നെയായിരിക്കും. ബോട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ഇവിടെ നിന്ന് കാൽ കഴുകണം. ബാറുകളിലെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു തുടങ്ങി. കെട്ടിടത്തിനകത്തിരുന്നവരും ഹോട്ടൽ മുറിയിൽ വിശ്രമിച്ചിരുന്നവരുമെല്ലാം പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ തീരമാകെ കൂടുതൽ സജീവമാകും. ചെറുപന്തലുകളുടെ ചുവട്ടിൽ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങി. ഈവനിംഗ് ക്രൂസുകളും ഡിന്നർ ക്രൂസുകളും ബുക്ക് ചെയ്തിരിക്കുന്നവർ ഇനി ഈ തീരത്തു നിന്നും ബോട്ടിൽ കയറി കടലിലേക്ക് പോയി തുടങ്ങും. അതിനായുള്ള ചാർട്ടർ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അത്തരം ബോട്ടുകൾ നൂറുകണക്കിനുണ്ട് ഇവിടെ. അവയെല്ലാം തന്നെ ലോക നിലവാരമുള്ളവയാണ്. പുറംകടലിലൂടെ ഏറെ ദൂരം പോകാവുന്ന തരം ബോട്ടുകൾ. അതിനാവശ്യമായ ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ബോട്ടുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്ലായ ഡെൽ കാർമൻ, കൊസുമൽ തുടങ്ങിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളെല്ലാം ഈ ദിശയിലാണ്. ഇവിടെ നിന്നും 100 കിലോമീറ്റർ വരെ അകലമുണ്ട് അവിടേക്ക്. മെക്സിക്കൻ മുനമ്പിന്റെ തെക്കുഭാഗത്താണത്. അവിടങ്ങളിലേക്ക് ഇവിടെ നിന്നും ബോട്ടിൽ പോകാം. ഇവിടെ ഒരു കറ്റമരനിൽ സൺസെറ്റ് ക്രൂസിനായി ആളുകൾ കയറുന്നു. ഇനി ഈ കറ്റമരൻ മണിക്കൂറുകളോളം പുറംകടലിൽ കറങ്ങും. അത്തരം ടൂറുകൾ ബുക്ക് ചെയ്തിരുന്നവരെ പ്രവേശിപ്പിക്കുന്ന ഡോക്കുകളാണിത്. ആ ബോട്ടിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ കടക്കുന്നതോടെ ഡോക്കിന്റെ ഗേറ്റ് അടയ്ക്കുന്നു. ഇത്തരത്തിൽ പല കമ്പനിയുടെ ഡോക്കുകളിൽ നിന്ന് പല ബോട്ടുകൾ പുറപ്പെടുന്നുണ്ട്. കറ്റമരൻ പുറപ്പെടുകയായി. ഇനി മണിക്കൂറുകളോളം അതിലുള്ളവർ കടലിലെ ആഘോഷത്തിലായിരിക്കും. മദ്യവും ഭക്ഷണവുമെല്ലാം അതിൽ ലഭിക്കും. നല്ല കാറ്റ്, സുന്ദരമായ കടൽ. തീരത്താകട്ടെ ഫാഷൻ പരേഡാണ്. കടും വർണ്ണത്തിലുള്ള വേഷവും പ്രത്യേക രീതിയിൽ കേശാലങ്കാരവുമെല്ലാമായി യുവതികൾ. ചുരുളൻ മുടിയുള്ള ആഫ്രിക്കൻ വംശജർ മുടിയിൽ ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും നടത്തും. ഇത്തരം കേശാലങ്കാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇവിടുത്തെ ബീച്ചിൽ പലയിടങ്ങളിലുണ്ട്. മുടി പിന്നിയിടൽ മാത്രമല്ല, നഖം മിനുക്കി പോളിഷ് ചെയ്യൽ, പാദങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെ പല പരിപാടികളുണ്ട്. ഞാൻ വീണ്ടും ആ തീരത്തുകൂടി നടന്നു. ഇത്തരത്തിലുള്ള വമ്പൻ നെടുംപുരകളിലാണ് റെസ്റ്റോറന്റുകളും ബാറുകളും പ്രവർത്തിക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്നും എന്തെല്ലാം വിഭവങ്ങൾ ലഭിക്കുമെന്നുമാണ് ഈ ബോർഡുകളിൽ. ഞാൻ ഒരു നെടുംപുരയുടെ അകത്തേക്ക് കയറി ചെന്നു. ചൂളമരക്കോലിന്മേൽ ഓല പ്രത്യേക രീതിയിൽ വിരിച്ചിരിക്കുന്നു. ശരിക്കും ബീച്ചുകളിൽ ഇത്തരം സംവിധാനങ്ങൾ മതി. പ്രകൃതിയോടിണങ്ങിയ നിർമ്മിതികളോടും സൗകര്യങ്ങളോടുമാണ് ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ താൽപ്പര്യം. ക്രൂസുകൾ പുറപ്പെടുന്ന മറ്റൊരു ഡോക്കാണിത്.
ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത വലിയ കോൺക്രീറ്റ് നിർമ്മിതികൾ ഒന്നുമില്ലെന്നതാണ്. തടിയും കമ്പുകളും ഓലയും പുല്ലുമെല്ലാം കൊണ്ടാണ് കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ആഘോഷത്തിന്റെ വലിയൊരു തീരം ഒരുക്കി വച്ചിരിക്കുന്നു. അത് കൗതുകകരമായ കാഴ്ചയാണ്. ആ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.